ഇപ്പോഴത്തെ ഹിമാലയന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ ഹിമാലയനെ ഇത് വെച്ച് നോക്കുമ്പോഴേ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ബാക്ക് ബ്രേക്കിന്റെ ബൈറ്റിനെ പറ്റി കേട്ടോ പറയേണ്ടത്. ഇതിലും ബ്രേക്കിങ് കേട്ടോ. ഇപ്പൊ പെർഫോമൻസ് മോഡിലേക്ക് ഇട്ടേക്കും ABS ഓണ്. ഇനി നമുക്കൊന്ന് കൈ എടുത്ത് നോക്കാം കേട്ടോ. വാട്ട്സപ്പിനും ഗൈഡ്സ് ഈസ് ഫീച്ചേഴ്സിൽ വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പെഷ്യലായിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. ഹിമാലയൻ 452 ആണ് ഇപ്പം നമ്മുടെ കൂടെയുള്ള വണ്ടി. ഇത് പുതിയ ഹിമാലയനാണ്. അപ്സൈഡ് ഡൗൺ ഫോർക്ക് വരുന്ന ഹിമാലയനാണ്. 40 BHP വരുന്നൊരു ഹിമാലയനാണ്. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. പഴയ ഹിമാലയനുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇല്ലെന്ന് വെച്ചാൽ യാതൊരു ബന്ധമില്ല. ഞാൻ അത്യാവശ്യം കുറേ ഇപ്പോൾ ഓടിച്ചത് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഓടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഈ ജസ്റ്റ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. വണ്ടിയുടെ അതിന് മുമ്പ് ഞാൻ വണ്ടിയുടെ ഒരു ലെങ്ത് കാണിച്ചു തരാം. ഒരു സൈസ് ഇത് കണ്ടില്ലേ, വൈഡ് നോർമൽ ഇട്ടിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ വണ്ടിയുടെ സൈസ് കണ്ടില്ലേ? എൻ്റെ പൊന്നെ, എന്തോ വീൽ ബേസ് ഈ വണ്ടിക്ക്. നമുക്കിനി ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഫ്രണ്ട് നമ്മൾ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ 650-കകത്തൊക്കെ ഇൻ്റർസെപ്ഷനകത്തൊക്കെ കണ്ടുവന്നേക്കുന്ന അതേ സെയിം ടൈപ്പിലുള്ള ഒരു ഹെഡ്ലൈറ്റാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. വണ്ടി ചാവി ഒന്ന് ഓണാക്കി കാണിക്കാവേ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിനകത്ത് ചെറിയ DRL സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ രണ്ടിടത്താണ് ചെറിയ DRL. നിങ്ങൾക്കത് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് ഈ ലൈറ്റ് അത്രയ്ക്ക് പർപ്പസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈറ്റ് അല്ല. മെയിൻ കാര്യമെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ്. എൻ്റെ അഭിപ്രായത്തിൽ പഴയ ഹാലോജൻ ലൈറ്റ് തന്നെയാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ വണ്ടിയുടെ ലുക്കിന് ഈ ലൈറ്റ് വേറെ ലെവലാണ് കേട്ടോ. വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവലായിട്ടുണ്ട് ലുക്ക് ബേസ് നോക്കുമ്പോൾ. പിന്നെ ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ആറൊക്കെ കൊടുത്തേപ്പുണ്ട്, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ചെറിയ ലോഗോ ഒക്കെ. പിന്നെ അത്യാവശ്യം നല്ലൊരു വൈസറും കാര്യങ്ങളും കൊടുത്തേപ്പുണ്ട്. ഇപ്പം പുതിയതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റേ സൈഡ് ഒരു ഷീൽഡില്ലേ, അതും കൊടുത്തേപ്പുണ്ട്. അത്യാവശ്യം രസമുണ്ട് കേട്ടോ. ടെൻഷൻ ടു ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടില്ലേ, വേറെ ലെവലായിട്ടുണ്ട്. പുതിയൊരു ബീക്ക് സെറ്റപ്പും വന്നപ്പോണ്ട്. പിന്നെ അത്യാവശ്യം വലിയൊരു ലോങ് ട്രാവൽ സസ്പെൻഷൻ വന്നപ്പോണ്ട്. ഇത് ഷോവയുടെ സസ്പെൻഷനാണ് വരുന്നത്. കിടിലം കേട്ടോ. 21 ഇഞ്ച് വീൽസും വന്നപ്പോൾ ഉണ്ട് ഫ്രണ്ടിൽ. കിടിലമായിട്ടുണ്ട് കേട്ടോ, വേറെ ലെവൽ. ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയണം. കിടിലമെന്ന് വെച്ചാൽ കിടിലം ബ്രേക്കിങ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നത് LED ഇൻഡിക്കേറ്റേഴ്സും വന്നപ്പോൾ ഉണ്ട്. മറ്റേ നേരത്തെ പോലത്തെ ഒരു ബൾക്കിനെസ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററൊന്നും അല്ല ഇപ്പോൾ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ഇൻഡിക്കേറ്ററാണ് വന്നേക്കുന്നത്. നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്നത് ഇവിടാണ്, നേരത്തെ വന്നേക്കുന്ന പോലെ തന്നെ. പിന്നെ നമ്മളെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് സൈഡ് നോക്കാം. സൈഡ് നോക്കിയിട്ട് അങ്ങോട്ട് വരാം. നമ്മൾ സൈഡിലോട്ട് നോക്കുമ്പോൾ 17 ലിറ്റേഴ്സിൻ്റെ ഒരു ടാങ്കാണ് ഗൈസ് ഇവിടെ വന്നേക്കുന്നത്. കിടിലോന്ന് വെച്ചാൽ കിടിലൻ ടാങ്ക് റേഞ്ച് കേട്ടോ ഇപ്പം കിട്ടുന്നത്. നേരത്തെ ഏകദേശം ഒരു മൈലേജ് സെറ്റപ്പ് ഇപ്പോഴും ഇതിന് കിട്ടുന്നുണ്ട്. നമ്മുടെ ഹിമാലയൻ്റെ ഫേമസ് ഷെർപ്പ എഞ്ചിൻ, പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഷെർപ്പ എഞ്ചിൻ, അതാണ് നമ്മൾ ഈ കാണുന്നത്. കിടിലമായിട്ടുണ്ട് കേട്ടോ. കിടിലോന്ന് വെച്ചാൽ കിടിലൻ. എനിക്ക് ഇതിനകത്ത് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിൻ്റെ വേറൊരു വൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് ശരിക്കൊരു വൈറ്റ് അല്ല, വേറെ ഒരു കളർ പോലെ വന്നു, വൈറ്റും റെഡും കൂടെ വരുന്നത്. അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. അത് ഇതിൻ്റെ സീറ്റേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നമ്മളെ കയറിയിരിക്കുന്ന ടൈമിൽ സീറ്റേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള നല്ല സീറ്റ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല കുഷനിങ്ങും സോഫ്റ്റ്നെസ്സും ഒക്കെ ഉള്ള സീറ്റ് കേട്ടോ വരുന്നത്. ഇതിനകത്ത് സീറ്റ് പിന്നെ സീറ്റായിട്ട് കൂട്ടാനും പറ്റും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ബാക്കിൽ എന്തെങ്കിലും ബോക്സോ കാര്യങ്ങളോ ഒക്കെ വെക്കണമെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് കൊണ്ടുപോയി അങ്ങ് വെച്ചാൽ മതി. ഡയറക്റ്റ് ഫിറ്റ് ആൻഡ് പ്ലേ ആയി ഇതിനകത്ത് ഇപ്പം കൊടുത്തേക്കുന്നത്. പക്ഷെ നല്ല ഗ്രാബ് റെയിൽ സെറ്റപ്പും എല്ലാം കൊടുത്തേപ്പുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഹിമാലയനകത്ത് കിഡിലുമായിട്ടുണ്ട്. നമ്മളിപ്പം ഫുഡ് റെസ്റ്റ് നോക്കി കഴിഞ്ഞാലും പില്ലിയൻ ഇരുന്ന് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഇപ്പം നമുക്ക് കാല് വെക്കാനായിട്ട് ഇത് കിട്ടുന്നുണ്ട്. ലെഗ് റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷനും കാര്യങ്ങളും മോണോഷോക്കാണ് ബാക്ക് വന്നേക്കുന്നത്. ഇപ്പോഴത്തെ എക്സോസ്റ്റ് കണ്ടില്ല, അത്യാവശ്യം നല്ലൊരു എക്സോസ്റ്റാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നത്. കിഡിലും കേട്ടോ. ബാക്കിലത്തെ ഡിസ്ക് കണ്ടില്ലേ, ഡിസ്കിൻ്റെ സൈസ് തന്നെ നിങ്ങൾ നോക്കിയേ, കിഡിലുമായിട്ടുണ്ട്. ഇത്ര ബാക്കിലത്തെ ടയറിലേക്ക് നോക്കുന്ന ടൈമിൽ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ വിത്ത് സ്പോക്ക് വീൽസ് ആണെങ്കിലും ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നില്ല, അതൊരു പോരായ്മ കേട്ടോ. 140 സെക്ഷൻ ടയേഴ്സ് കേട്ടോ ഇത് വരുന്നത്. 140, 80, R17 ടയേഴ്സ് കേട്ടോ ബാക്ക് വന്നേക്കുന്നത്. കിഡിലുമായിട്ടുണ്ട്. ബാക്കിലത്തെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ കണ്ടില്ലേ, നല്ല LED വലിയ ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. കിഡിലുമായിട്ടുണ്ട്. ഇതിനകത്താണെങ്കിൽ നമ്മുടെ ബാക്കിലാണെങ്കിൽ ടെയിൽ ലൈറ്റ് വരുന്നില്ല, അത് വന്നേക്കുന്ന നമ്മുടെ ഇൻഡിക്കേറ്ററിനകത്താണ് കണ്ടില്ലേ. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ലൈറ്റ് നല്ലോണം ഒന്ന് ബ്രൈറ്റായി വരും കേട്ടോ.
ഇതിൻ്റെ എക്സോസ് നോട്ട് ഞാൻ കേൾപ്പിച്ച് തരാം. ഇതേ ഇവിടെ ചെറിയ സാരി ഗാർഡ് സെറ്റപ്പും ഇവിടെ കൊടുത്തേപ്പും ഉണ്ട്. ഇതൊന്ന് എക്സോസ് നോട്ട് കേൾപ്പിച്ച് തരാം കേട്ടോ. വേണ്ടായിച്ച് ഇതിൻ്റെ എക്സോസ് നോട്ട് കേൾപ്പിക്കുക. അത്യാവശ്യം നല്ല ഗ്രൗണ്ടും ബാസും ഒക്കെ ഉള്ള ഒരു എക്സോസ് നോട്ടാണ്. ഇതിൻ്റെ എക്സോസ് നോട്ട് കിട്ടില്ല. അത്യാവശ്യം നല്ലൊരു എക്സോസ് നോട്ട് കേട്ടോ. നേരത്തെ ഹിമാലയനെക്കാട്ടി എനിക്ക് ഇപ്പോഴത്തെ എക്സോസ് നോട്ട് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫ്രണ്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയോ. അതെ പുതിയൊരു TFT ഡിസ്പ്ലേ കേട്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ആ TFT ഡിസ്പ്ലേയുടെ ഒരു ഭംഗി കണ്ടില്ലേ, കിഡിലോ എന്ന് വെച്ചാൽ കിഡിലോ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ TFT ഡിസ്പ്ലേയുടെ ഒരു കാര്യങ്ങളൊക്കെ. ഇത് ബ്ലാക്കും ആവുന്നുണ്ട്, വൈറ്റും വരും കേട്ടോ. നമ്മുടെ ഇതനുസരിച്ച് 2 മോഡ് ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ ഇതിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ട്രിപ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സ്വിച്ച് വരുന്ന ഇപ്പോൾ ഉണ്ട്. ഓഡോമീറ്റർ ട്രിപ്പ് 1, ട്രിപ്പ് 2 അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. എല്ലാം കൊള്ളാം, കിഡിലുമായിട്ടുണ്ട്, എല്ലാം നൈസാണ്. ഇത് നമുക്കിനി എന്തൊക്കെ ഇത് വന്നേക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇടുന്നത് ഇവിടെ തന്നെ വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ ഇച്ചിരി എന്തോ ഒരു ഒന്നും ഇല്ലാതെ കിടക്കുന്ന പോലെ ഒരു ഫീലും ഉണ്ട്. അത് എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇതിനകത്തൊന്നും ഇവിടെ ഒന്നും ഇല്ലാത്തത്, പ്ലെയിനായിട്ട് കിടക്കുന്നത്. ഇതേ പുതിയൊരു മാസ്റ്റർ സിലിണ്ടർ കേട്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ബൈറ്റ് ഇപ്പോൾ ഇതിനകത്ത് വന്നപ്പോൾ ഉണ്ട്. കിഡിലും കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് നമ്മുടെ സാധാരണ എല്ലാ എൻഫീൽഡിലും കാണുന്ന പോലത്തെ നമ്മുടെ കിൽ സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്. ഇതാണെങ്കിൽ ഒരു പവർ മോഡിനുള്ള സ്വിച്ച് ആട്ടോ വന്നേക്കുന്നത്. ഇതിനകത്ത് 4 മോഡ് വരുന്നുണ്ട്. ആക്ച്വലി 2 മോഡാണ്. ഒരു എക്കോ മോഡ്, ഒരു പെർഫോമൻസ് മോഡ്. ഇതിനകത്ത് തന്നെ എക്കോ മോഡ്, പെർഫോമൻസ് മോഡ് ABS ഓണ്, ABS ഓഫ് ആക്കാനുള്ള. പിന്നെ അടുത്ത് വരുന്നേക്കുന്നതെന്ന് വെച്ചാൽ എക്കോ മോഡ്, ABS ഓണ്, ഇത് റെയർ ABS ഓഫ്, എക്കോ മോഡ്. ഇത് നമുക്ക് പെർഫോമൻസ് മോഡ് ABS ഓണാക്കി തന്നെ ഇടാം കേട്ടോ, അതാണ് നല്ലത്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആണെങ്കിൽ അസാഡിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അല്ലാതെ വേണ്ട ഇവിടെ ഡിമ്മ്, ബ്രൈറ്റ് അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്വിച്ച്, പാസ് ഇവിടെ കേട്ടോ വന്നിരിക്കുന്നത്. അത് എനിക്കൊരു വല്ലാത്തൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്, ഉപയോഗിക്കാൻ കുറച്ച് പാടാണ്. ഇവിടെ വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. ബാക്ക് സൈഡിൽ അതായിരുന്നു ഉപയോഗിച്ച് കുറച്ചുകൂടെ ശീലമുള്ളത്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്തുള്ളത് നാവിഗേറ്റ് ചെയ്യാനുള്ള ഈ സ്വിച്ച് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ആണെങ്കിൽ ഫോൺ ഇതിനകത്ത് പെയർ ചെയ്തിട്ട് കറക്റ്റ് ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു ഗുണം ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ക്ലച്ച് പ്ലേ ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നൈസായിട്ടുള്ള ക്ലച്ച് പ്ലേ ആട്ടോ വന്നേക്കുന്നത്. നമ്മുടെ മിറർ വന്നേക്കുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല മിറർ ആട്ടോ വന്നേക്കുന്നത്. നമ്മൾ നേരത്തെ എൻഫീൽഡിലൊക്കെ കണ്ടുവന്നേക്കുന്ന ഒരു ടൈപ്പ് മിറർ ആട്ടോ ഇത്. വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ കൈ കൊടുക്കുന്ന ടൈമിൽ മിററാണെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് വരിക. ഇത് അത്യാവശ്യം വലിയ ടൈറ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ടൈറ്റ് ഉണ്ട്. എന്നാലും നല്ലൊന്ന് കൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് വൈബ്രേഷൻ കൊണ്ട് ഇത് അകത്തോട്ട് വരും കേട്ടോ. ഇത് അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട്. നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ കുത്താനായിട്ട് ഇവിടെ ഒരു C ടൈപ്പ് ഇതാണ് വന്നേക്കുന്നത്. ഇത് അത്യാവശ്യം ഊരിയെടുക്കാനും പറ്റും കേട്ടോ. ഇങ്ങോട്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഇങ്ങോട്ട് വലിക്കാനും പറ്റുന്ന ടൈപ്പ് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കോ, കൊള്ളാം, നൈസായിട്ടുണ്ട് കേട്ടോ. TFT ഡിസ്പ്ലേ ആട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം നൈസാട്ടോ, അത്യാവശ്യം നൈസെന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 35 mm ആട്ടോ. എൻ്റെ 2 സൈഡും അത്യാവശ്യം ജസ്റ്റ് കാല് കുത്താൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഷൂസ് ഇട്ടേക്കുക, എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. നമുക്ക് ടൈം റേഡിയസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് ടൈനിങ് റേഡിയസ് നോക്കാം എങ്ങനെയാണെന്ന്. അത്യാവശ്യം ഒരു സീനും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ലോണം നമുക്ക് ഓടിച്ചെടുത്തോണ്ട് പോകാം കേട്ടോ. എനിക്ക് ഒരു ഒറ്റ കാലത്ത് മാത്രമേ ഉള്ളൂ ഒരു വിഷമം, ഇതിൻ്റെ ടോപ്പ് പെർഫോമൻസ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു സംഭവം ആലോചിക്കുമ്പോഴേ ഉള്ളൂ എനിക്കൊരു വിഷമം തോന്നുന്നത് കേട്ടോ. അത്യാവശ്യം ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാ. നമുക്ക് ഇതിനകത്തൂടെ ഒക്കെ ഒന്ന് എടുത്തുകൊണ്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ബാക്ക് ബ്രേക്കിന്റെ ബൈറ്റിനെ പറ്റി കേട്ടോ പറയേണ്ടത്. കിഡിലും ബ്രേക്കിങ് കേട്ടോ. കിഡിലും ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ കിഡിലും ബ്രേക്കിങ്. അല്ല, ഞാനൊരിപ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, എന്തിനാ നമ്മൾ സ്ലോ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ ഹിമാലയനല്ലേ, പിന്നെ നമ്മൾ സ്ലോ ഇതൊക്കെ ഇറക്കിക്കൊണ്ട് വരുന്നത്. രണ്ട് വേറെ ലെവലാണ് കേട്ടോ. നമ്മൾ ബ്രേക്കിങ്ങിനെ പറ്റി പറയുമ്പോഴേ ഫ്രണ്ടും ബാക്കും ബ്രേക്കിങ് വേറെ ലെവലാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കിഡിലും ആക്കിയിട്ടുണ്ട്. ആൾട്ടോയും ബാക്കിയുള്ള ഈ വണ്ടികളൊക്കെ വരുമ്പോഴേ എനിക്ക് സത്യത്തിൽ ചിരി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിനെക്കാട്ടി പൊക്കത്തിൽ ഇരുന്ന് ഓടിക്കുക നേരത്തെ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാലേ, നേരത്തെയൊക്കെ നമ്മൾ ഹിമാലയൻ ഓടിക്കുമ്പം നമ്മൾ വണ്ടിയുടെ അകത്തിരുന്ന് ഓടിക്കുന്ന ഒരു ഫീൽ ഇല്ലയോ. ഇപ്പം നമ്മൾ ഓടിക്കുമ്പോൾ എന്ന് വെച്ചാൽ വണ്ടിയുടെ പുറത്തിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്.
എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. അത് ഇപ്പൊ നമുക്ക് ഇത് എല്ലാവരും ഒരു ഫസ്റ്റ് എയ്ഡ് ഇംപ്രഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി കേട്ടോ. ഇപ്പം അല്ലാതെ ഉള്ള വീഡിയോ ഒന്നുമല്ല. വണ്ടി പുട്ടുപോലെ കയറുന്നത്. ഞാൻ നേരത്തെ അത് പറഞ്ഞില്ലല്ലോ. നേരത്തെ വണ്ടിയുടെ ഒരു ഫീഡ്ബാക്ക് വരുന്നതെന്ന് വെച്ചാല് നമ്മൾ വണ്ടിക്ക് അകത്തിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാ. പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്കൊക്കെ നമ്മൾ വിടുമ്പോഴത്തേക്ക് നമ്മൾ ടാങ്ക് ചെന്നിരിക്കുന്ന ഇടിക്കും. ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വണ്ടിയുടെ പോരായ്മയൊന്നുമല്ല, ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ലോണം ഒരു പൊക്കത്തിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്കിപ്പം കിട്ടുന്നത്. പവർ ചെയ്യുന്നുണ്ടില്ലേ, എനിക്കിപ്പോ തൽക്കാലം ഇങ്ങനെ കാണിക്കാനേ നിർഭാവമുള്ളൂ കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. എന്നുവെച്ചാൽ നമുക്ക് പറ്റിയ റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് കുറച്ച് നേരത്തേക്ക് ആ ഷോറൂമിൽ നിന്ന് ടെസ്റ്റ് റൈഡിന് കിട്ടിയേക്കുന്ന വീഡിയോ ചെയ്യാനായിട്ടെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാ, വേറെ ഒന്നല്ല. നമുക്ക് അത്യാവശ്യം കൈ വെച്ച് റിവ്യൂ ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിതിന്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്ന കേട്ടോ. വണ്ടി വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവലാട്ടോ. എനിക്കൊന്നും ആ കാര്യത്തിൽ പറയാനില്ല. നേരത്തെ ഹിമാലയനെ ഇത് വെച്ച് നോക്കുമ്പോഴേ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. പിന്നത്തെ ഹിമാലയനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പോഴത്തെ ഹിമാലയനെ അത് ഇഷ്ടപ്പെടാത്തതും ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞു. നേരത്തെ ഹിമാലയം എന്ന് വെച്ചാൽ അത്യാവശ്യം ടോർക്കിയാ, ഏറിന് തന്നെ നമുക്ക് ആ ടോർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ ഹിമാലയന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറഞ്ഞ സ്പീഡിലാണെങ്കിൽ വലിയ ഗിയറിനകത്ത് പോകാൻ പറ്റത്തില്ല. അത്യാവശ്യം ഗിയർ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോഴത്തെ ഹിമാലയനകത്ത്. നേരത്തെ ഹിമാലയനകത്ത് ഗിയറിൽ ടോർക്ക് കിക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. ഓഫ് റോഡ് പോകുന്ന ടൈമിൽ നമ്മൾ ആ ടോർക്കിന്റെ ഒരു ഇതിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഹിമാലയന്റെ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളാണെങ്കിൽ എന്താ പറയുന്നത്, ഒരു കൈ കൊടുത്ത് വണ്ടിയാണെങ്കിൽ കയറ്റി കൊണ്ടുവന്ന ഒരു ഫീലാണ് നമുക്കുള്ളത് കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ചെറിയൊരു നോക്കിങ് ഉണ്ട്. ഇപ്പൊ ഒരു നോക്കിങ് ഉണ്ട്. നേരത്തെ ഹിമാലയനാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതൊരു ഡൗൺ സൈഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഹിമാലയൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഹിമാലയൻ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ തോന്നും. ബുദ്ധിമുട്ടല്ല, അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അത് അവര് ആ ഒരു ഇത് ഓർത്തൊരു ഇതായി. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ഹിമാലയനെ കേട്ടോ ഇഷ്ടം. ഒരു വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ പുള്ളി. നേരത്തെ ഹിമാലയൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പക്ഷെ വണ്ടി വേറെ ലെവല കേട്ടോ, പറയാനില്ല. വേണ്ട, ഇതൊന്നും അറിയുന്ന പോലും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും അറിയത്തില്ല. അത്യാവശ്യം നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കായിരുന്നു. പിന്നെ ഇതിന്റെ സീറ്റ് ആയിട്ട് ഇച്ചിരി വിഷയം കേട്ടോ, ചിലവർക്ക് ഒരു സീനായിട്ട് തോന്നും. പക്ഷെ ഡോണ്ട് വറി, നിങ്ങൾക്ക് അത്യാവശ്യം ത്രോട്ടിൽ ബാലൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല. ഇത് നമ്മുടെ ഹിമാലയൻ പറ്റുമ്പോഴൊക്കെ ഓൾമോസ്റ്റ് 40 BHP. എനിക്കിതൊന്നും കൈ കൊടുത്ത് നോക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. വയസ്സുള്ള വണ്ടി ചുമ്മാ കേട്ടോ. പുട്ടെന്ന് പറഞ്ഞാൽ പോരാ, വെറും പുട്ട്. നമ്മൾ പഴവും കുട്ടി പുട്ട് കഴിക്കത്തില്ല, ആ ഒരു ഫീലാ. ചെറിയൊരു ഓപ്പറേറ്റർ ഓടിക്കുന്ന ടൈമിൽ നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാലേ അത്യാവശ്യം വലിയൊരു ബിഗ് ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല നല്ലൊരു ബിഗ് ബൈക്ക് ഓടിക്കുന്ന ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നത്. കേബിൾ ഒന്നും വരുന്നില്ല കേട്ടോ. റൈറ്റ് ബൈ വയർ ഇപ്പൊ ഇതിനകത്ത് വരുന്നത്. അത് വേണ്ട, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഫീലാ ഇപ്പൊ ആക്സിലേറ്ററിന്റെ ഭാഗത്തുനിന്നായാലും വരുന്നത്. അത് മാത്രമല്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മീറ്ററിന്റെ. അത് ഞാൻ ഓൾറെഡി മറ്റേ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് നോക്കാം. ഇപ്പൊ പെർഫോമൻസ് മോഡിലേക്ക് ഇട്ടേക്കുക ABS ഓണ്. ഇനി നമുക്കൊന്ന് കൈ എടുത്ത് നോക്കാം കേട്ടോ. വണ്ടിയൊക്കെ അത്യാവശ്യം ഒന്ന് പൊഴിയട്ടെ. എന്നിട്ട് നമ്മള് എക്കോ മോഡിലാണ് ഓടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നമ്മള് പെർഫോമൻസ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ത്രോട്ടിൽ റെസ്പോൺസ് ആണെങ്കിൽ കൂടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് നല്ലൊരു ത്രോട്ടിൽ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വണ്ടി ഇത്രയും സൈസ് ഉണ്ടെങ്കിലും ഒരു U-turn ഒക്കെ എടുക്കാനായാലും നോ ഇഷ്യൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും പവറൊക്കെ വണ്ടിക്കകത്തുണ്ട്, അതുകൊണ്ട് കൈവിട്ട് പോകുന്ന പവറൊക്കെയാണ്. നേരത്തെ ഏകദേശം ഒരു 23 BHP സംതിങ് ഉള്ളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഓൾമോസ്റ്റ് 40 BHP ഉണ്ട്. ഏകദേശം ഇതിന്റെ ഇരട്ടിയോളമാണ് BHP കൂടിയേക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കൈവിട്ട് പോകുന്ന പവറോ കാര്യങ്ങളോ ഒക്കെയാണ്. പക്ഷെ നോ ഗൈസ്, അങ്ങനെ ഒന്നുമില്ല. ഇപ്പം വണ്ടിയുടെ ഒരു പവർ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 3000 RPM നമ്മൾ നോക്കുന്ന ടൈമിൽ വണ്ടി അത്യാവശ്യം ലൈറ്റാ. സാധാരണ ഒരു
എന്താ പറയുക, ഒരു 150cc യോ 200cc യോ ഒക്കെ ഓടിക്കുന്ന ഫീലേ ഉള്ളൂ. അതർവൈസ് നമ്മൾ ഒരു 4000 RPM അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പിന്നെ വേറെ ലെവലായി. ഒന്നും പറയാനില്ല, വണ്ടിയുടെ പവർ ഇരിക്കുന്ന ഫുൾ അങ്ങോട്ടാ അതിനകത്ത് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ അത് കാണിക്കാൻ പറ്റിയ റോഡോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇപ്പൊ ഇവിടെ ഇല്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യാനായിട്ട് വണ്ടി തന്നെ എവിടുന്നാണെന്നറിയാം, നമ്മുടെ കായംകുളത്ത് കരിയിലക്കുളങ്ങരയുള്ള റോയൽ എൻഫീൽഡ് കേട്ടോ നമുക്ക് ഹിമാലയൻ തന്നത്. അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളും കേട്ടോ ഇവിടുത്തെ. നമ്മൾ ചെന്ന് സാധാരണ ഷോറൂമിൽ വെച്ച് നോക്കുമ്പോഴേ ടെസ്റ്റ് റൈഡൊക്കെ തരാൻ ചെറിയൊരു മടുപ്പും കാര്യങ്ങളും, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വരിക, വന്ന് ചോദിക്കുക, ടെസ്റ്റ് റൈഡ് ചോദിക്കുക, എന്തായാലും നിങ്ങൾക്ക് തരും കേട്ടോ. നമ്മളിവിടെ വന്ന് വണ്ടി അത്യാവശ്യം കിട്ടില്ല കേട്ടോ. വണ്ടിയെ പറ്റി കുറേ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം ഒരു ലോങ് ടൈം വണ്ടി വെക്കാൻ കിട്ടുമ്പോഴേ, അല്ലെങ്കിൽ കുറച്ചധികം നേരം വണ്ടി വെക്കാൻ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൂടെ പറഞ്ഞുതരാം കേട്ടോ. വണ്ടി ചുമ്മാ വേറെ ലെവൽ കേട്ടോ, സീൻ വണ്ടി കേട്ടോ. സീൻ എന്ന് വെച്ചാൽ സീൻ, ഒന്നും പറയാനില്ല, കിട്ടില്ല.